എല്ലാവർക്കും പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഷേക്ക് ഉണ്ടല്ലോ, നമ്മൾ കടയിലൊക്കെ പോയി കുടിക്കണമെന്നൊക്കെ കൊതിച്ചിരിക്കുന്നേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കടയിലോട്ട് പോയപ്പം പറഞ്ഞു എനിക്കൊരു ഷാർജ ഷേക്ക് കുടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പോയ വഴിക്ക് എങ്ങും നോക്കിയിട്ട് നടക്കുന്നില്ല. എനിക്കാണെങ്കിൽ കൊതിയുമുണ്ട് ഷാർജ ഷേക്ക് കുടിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തൊക്കെയായാലും ഒരു പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് സ്വന്തമായിട്ടൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമുക്ക് ആ ഷേക്കിലോട്ട് പോകാം. ഓക്കെ, ബായോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒന്ന് കുളിരേകാൻ ഒരു ഷാർജ ഷേക്ക് കുടിച്ചളയാം. അപ്പോൾ അതിനുള്ള വേണ്ടുന്ന സാധനങ്ങൾ ഇത് എൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളാണ്. കുറച്ച് ബദാം ഉള്ളത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. കുറേ സാധനങ്ങളൊന്നുമില്ല. മുന്തിരിങ്ങയൊക്കെ നോക്കിയിട്ടൊന്നുമില്ല, അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പായസം വെപ്പൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് അതൊന്നുമില്ല. പിന്നെ ദാണ്ടെ ഉള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് രണ്ടും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പപ്പായ ഇങ്ങനെ മേളി ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് കഴിച്ച്. ഐസ്ക്രീം ഒന്നുമില്ല കേട്ടോ. ദേ ഒരു പീസ് പപ്പായ, പിന്നെ ദേ 2 ബിസ്ക്കറ്റ്. ഇത് ഞാൻ ചുമ്മാതെ പുറത്ത് പോയപ്പോൾ ഒരെണ്ണം കഴിക്കാനായിട്ട് വാങ്ങിച്ചതാണ്. അത് ഫുള്ള് കഴിച്ചില്ല, ഇതിന് ഇങ്ങനെ വെച്ചിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന കട്ടിപ്പാൽ കണ്ട. പിന്നെ വേണ്ടുന്ന തേൻ വേണം കേട്ടോ, കുറച്ച് തേൻ. പിന്നെ മെയിനായിട്ട് വേണ്ടുന്ന ബൂസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ബൂസ്റ്റും ഒക്കെ എടുത്ത് നമുക്ക് ഇടാം. ആദ്യമേ ഈ പാലൊന്ന് അടിച്ച് പൊട്ടിച്ച് നമുക്കെടുക്കാം. ഓക്കെ, കാര്യം വിട്ടുപോയി കേട്ടോ. സാധാരണ ഷാർജ ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാലിപ്പൂവനായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മക്കിപ്പോൾ കുടിക്കണമെന്ന് കൊതി ഉണ്ടായതുകൊണ്ട് ഞാനൊരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ്ടേ ഈ പാല് തട്ടി പൊട്ടിക്കാനായിട്ട് നമ്മളെ ചതയ്ക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ പറ്റുന്ന ആ സാധനം വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് പഞ്ചറാക്കാം. പതുക്കെ എടുക്കണം, കവറ് പൊട്ടരുത് കേട്ടോ. ഫ്രീസറിൽ വെച്ച് നല്ല ആക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ പതുക്കെ ആക്കുമ്പോഴത്തേക്ക് അത് നല്ല പൊടി ഐസായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതങ്ങ് പൊടിഞ്ഞോളൂ. ആ പാലിനെ നമ്മൾ പൊട്ടിച്ച് ഫുള്ള് കവറും പൊട്ടിക്കണം കേട്ടോ. ഫുള്ള് അങ്ങ് അറ്റം വരെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതിലോട്ടിടുക. ഓക്കെ, ഇത്തിരി ഇപ്പുറത്തോട്ട് പോയി അതെടുത്തിടാം. കണ്ടില്ലേ, ഇട്ടു. നമ്മുടെ ഒന്നീ ഞാലിപ്പൂവൻ, നമ്മളെ വീട്ടിലുള്ള ഏത് പഴമായാലും, ഏത്തപ്പഴം ഒഴിച്ച് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതേ റോബസ്റ്റ ഇട്ടു. ഇനി നമുക്ക് വേണ്ടുന്നത് 2 ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, അതൊന്ന് പൊടിച്ചിടണം. ഇനി വേണ്ടുന്നത് നമ്മളെ വീട്ടിൽ ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൾ ഒഴിച്ച് പപ്പായയോ ഒക്കെ ഇടാം കേട്ടോ. ഒരു ഇച്ചിരി പപ്പായ ഇട്ടു. ഇനി നമുക്ക് വേണ്ടുന്നത് ബൂസ്റ്റ് ഇടാം കേട്ടോ. ബൂസ്റ്റ് 2 സ്പൂൺ ഇടണം കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. ബൂസ്റ്റ് ഇട്ടു. അപ്പോൾ ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിന് നമുക്ക് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മധുരം ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ അതിനകത്ത് ഇത്തിരി പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. നമ്മളെ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് ഇത്തിരി കരിപ്പൊട്ടി ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാൻ പോകുന്നു കേട്ടോ. കരിപ്പൊട്ടി ഒഴിക്കുന്നുണ്ട്, കാരണം കളറൊക്കെ വ്യത്യാസം വരും. നമുക്ക് കഴിക്കാനായതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഇവിടെ കരിപ്പൊട്ടിയാണ് ഉപയോഗിക്കുന്നത്, പഞ്ചസാര വാങ്ങിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. ജാറടച്ചു നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി തട്ടി ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്, ഇങ്ങനെ ഇളക്കി ഒരു സ്പൂൺ വെച്ച് ഇത്രയുള്ള ഷാർജ ഷേക്ക് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് അടിച്ചു.
ഇതേ ഷേക്കൊക്കെ നല്ല കിഡിലായിട്ട് അടിച്ചു തരുന്നുണ്ട്. നമ്മൾ എപ്പോഴായാലും ഇങ്ങനെ ഇത് ജാറ് തുറന്ന് വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് കറക്കി കൊടുത്താൽ മതി, വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ അതാണ്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ഒരു ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് ആ ഗ്ലാസ്സിലോട്ട് അടിയിലോട്ടൊന്ന് ഇടണം. കുറച്ച് മാറ്റി വെച്ചേക്കണം, കുറച്ച് ഈ മാറ്റി വെച്ചിരുന്ന മതി അതിലോട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ തേനില്ലേ, തേൻ ഈ ഗ്ലാസിൻ്റെ സൈഡിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, ഒന്നി ഇതോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ആയാലും മതി കേട്ടോ. ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒന്ന് ഒഴിച്ച് നമ്മുടെ ഷേക്ക് അതിലോട്ട് ഒഴിക്കുക. പകുതി ഒഴിച്ചിട്ട് അവിടെ അകത്ത് കുറച്ച് അടിയിലും കുറച്ച് പപ്പായ, കുറച്ച് ബദാം, കുറച്ച് ആപ്പിള് അടിച്ചത്, കുറച്ച് കശുവണ്ടി, ആ ബിസ്ക്കറ്റ്. ഇതിനകത്തിന് നമുക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. വീണ്ടും നമ്മൾ ഒഴിക്കുക. നിറച്ചങ്ങ് ഒഴിക്കരുത്, കുറച്ചിങ്ങനെ ഒഴിക്കണം. ഒഴിച്ചിട്ട് വീണ്ടും അതിലോട്ട് കുറച്ച് ബദാം, കുറച്ച് പപ്പായ, കുറച്ച് അണ്ടിപ്പരിപ്പ്, ബിസ്ക്കറ്റ്, കുറച്ച് ആപ്പിൾ. എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. കണ്ടില്ലേ എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? മുകളിലോട്ട് കുറച്ച് തേൻ. അപ്പം നമ്മുടെ ഷാർജ ഷേക്ക് റെഡി. കണ്ട, ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചങ്ങ് കഴിച്ചാൽ മാത്രം മതി. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.